അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1223. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, ആ രണ്ട് കണ്ണുകളെ തീ സ്പർശിക്കുകയില്ല. നരകത്തിൽ പ്രവേശിക്കാത്ത രണ്ട് കണ്ണുകൾ. ഒന്ന് ഐനുൻ ബകത്ത് മിൻ ഖശ്യത്തില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലൊന്നും ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് കരയുക. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് കരയുക. മഹ്ശറ, ഖബർ, നരകം, ഇതൊക്കെ ആലോചിച്ച് ഭയപ്പെട്ട് കരയുന്ന കണ്ണ്, ഈ കണ്ണിനെ തീ സ്പർശിക്കുകയില്ല. വഅൈനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരുന്ന് ഉറക്കമൊഴിക്കുന്ന കണ്ണ്, ആ കണ്ണും നാളെ തീ സ്പർശിക്കുകയില്ല. ദീനിനു വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണ്, കാവലിരുന്ന് ഉറക്കമൊഴിച്ച കണ്ണ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും മറ്റും വേണ്ടി, ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണ്, കാവലിരുന്ന കണ്ണ്, അതൊരിക്കലും തീ സ്പർശിക്കുകയില്ല. ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അവയവമാണ് കണ്ണ്. ആ കണ്ണ് തീ സ്പർശിക്കൂല എന്ന് പറഞ്ഞാൽ ബാക്കി അവയവങ്ങൾ ഏതാനും സ്പർശിക്കൂല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ കണ്ണിൻ്റെ ഉടമകൾ, കണ്ണുള്ള ആളുകൾ, ഇത്തരം കണ്ണുള്ള ആളുകൾ ഒരിക്കലും നരകത്തിൽ കിടക്കേണ്ടി വരില്ല. അവർക്ക് നരകം നിഷിദ്ധമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണ് വേണം. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണല്ലോ കണ്ണ്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് കാഴ്ച. ആ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം ദുരുപയോഗം ചെയ്തു പോയി. നന്മ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ തിന്മ കണ്ടുപോയിട്ടുണ്ട്. അതോർത്ത് കരയുന്ന കണ്ണ് നമുക്ക് വേണം. പടച്ചോനെ, എൻ്റെ മനുഷ്യ സഹജമായി സാഹചര്യങ്ങൾ വഴുതി വീണ് അറിവില്ലായ്മ കൊണ്ട്, ഈമാനിൻ്റെ കുറവ് കൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമ് നോക്കിപ്പോയി. റബ്ബേ, എനിക്ക് പുറത്തു തരണേ എന്ന് റബ്ബിലേക്ക് തൗബ ചെയ്ത് കരയുന്ന കണ്ണുണ്ടോ, അവനൊരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ ശരീരത്തെ തീ സ്പർശിക്കുകയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഹദീസ് ഉൾക്കൊണ്ട് ആ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണു, ദീനിനു വേണ്ടി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന കണ്ണു അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അത്തരം വിജയികൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.